നമ്മുടെ ദേശീയ തലത്തിലൊക്കെ എനിക്ക് സംഘത്തിൻ്റെ രീതിയിലൊരു വൈചാരിക നിർമ്മിതി അല്ലെങ്കിൽ ആ തരത്തിലുള്ള പ്രവർത്തനം നമ്മുടെ ദീനദയാൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെയാണ് എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള നമ്മുടെ പ്രവർത്തനം ഇപ്പോൾ പ്രജ്ഞാപ്രവാഹമുണ്ട്, വിചാരകേന്ദ്രമുണ്ട്. എങ്ങനെയാണ് ഈ സംഘടനകൾ നമുക്ക് ഇതിലൊരു മാറ്റം വരുത്തിയിട്ടുള്ളത്? തീർച്ചയായിട്ടും ദീനദയാൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആദ്യഘട്ടത്തിൽ തുടങ്ങുന്ന ഘട്ടത്തിൽ അത് പരിപൂർണമായ ഗ്രാമ പുനർനിർമ്മാണത്തിൻ്റെ സങ്കല്പമാണ് മുന്നോട്ട് വെച്ചത്. അതുകൊണ്ടാണ് അതിൻ്റെ പ്രവർത്തനം വൈചാരികം എന്ന ഒരു തലം അതിന് കൈവരുന്നത് പരമേശ്വർജി ഡയറക്ടർ ആകുമ്പോൾ മുതൽ. ശരിക്ക് നമ്മൾ ചരിത്രപരമായി നോക്കിയാൽ അല്ലെങ്കിൽ റിസർച്ച് ചെയ്യപ്പെട്ടിരുന്നത് മുഴുവൻ ഭാരതത്തിൻ്റെ പിന്നാക്ക ഗ്രാമങ്ങളിൽ എങ്ങനെയാണ് കോടതി വ്യവഹാരങ്ങളില്ലാത്ത സാമൂഹ്യ ജീവിതം, അവിടുത്തെ കൃഷി എങ്ങനെ മെച്ചപ്പെടുത്താം, അവിടെ ജല ദൗർലഭ്യം എങ്ങനെ പരിഹരിച്ച് ജലം ആവശ്യം പോലെ കിട്ടുന്ന സ്ഥിതി എങ്ങനെ ഉണ്ടാക്കാം, അവിടുത്തെ ഗ്രാമീണ വിദ്യാഭ്യാസ വ്യവസ്ഥ, ഇത് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഗോണ്ടയിലും മറ്റും നമ്മുടെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. പക്ഷെ അതിന് തീർച്ചയായിട്ടും ഒരു വൈചാരിക തലം കൂടി ഉണ്ടാകണം, റിസർച്ച് കൂടി ഫലപ്രദമായ വിധത്തിൽ നടക്കണം. അത് ഗ്രാമകേന്ദ്രിതമായ എന്നതിനോടൊപ്പം തന്നെ മുഴുവൻ ഭാരതത്തിലും അത്തരത്തിലുള്ള ഒരു മാറ്റം വരണം എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തനത്തിലേക്ക് പരമേശ്വർജിയെ കൂടി നിയോഗിച്ചതും പരമേശ്വർജി ആ പ്രവർത്തനം ചെയ്ത് മന്ഥൻ പോലുള്ള ഭാരതത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു വൈചാരിക വീക്കിലി പ്രസിദ്ധീകരണം ഇംഗ്ലീഷിലും ഹിന്ദിയിലും കൊണ്ടുവരികയൊക്കെ ചെയ്തത് ഒരു വലിയ മാറ്റമായിരുന്നു. എന്നാൽ അവിടെ പ്രത്യക്ഷത്തിലുള്ള ഗ്രൗണ്ടിലെ വർക്കും ഒരുപോലെയുണ്ട്. മുഖ്യ ആക്ടിവിറ്റി എന്തെന്ന് നിങ്ങൾ DRI നോക്കിക്കഴിഞ്ഞാൽ ചൂണ്ടിക്കാണിക്കാൻ കുറേ ഉദാഹരണങ്ങൾ തന്നെയുണ്ട്. ഇപ്പോഴും അവർക്ക് തുടരുന്നുണ്ട്. കൊണ്ടയിലും അതേപോലുള്ള ചിത്രകൂടിലും അവിടെ യൂണിവേഴ്സിറ്റി തന്നെ തുടങ്ങിയിട്ടുണ്ട്. ആ പ്രവർത്തനം തുടരുന്നുണ്ട്. അനേകം കുടുംബങ്ങൾ തന്നെ ഭാര്യയും ഭർത്താവും പൂർണ്ണസമയ പ്രവർത്തകരായിട്ട് വന്ന് അവരോരോരുത്തരും ഗ്രാമ സേവികമാരും സേവകന്മാരുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വലിയ മാറ്റം ഉണ്ടാവുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ തന്നെ പരമേശ്വർജി ഉൾപ്പെടെയുള്ള ആൾക്കാർ, പൂജനീയ സുദർശൻജിയെ പോലുള്ള ആൾക്കാർ, ദത്തോപൻ ഠേങ്കടിജി, ദേവേന്ദ്ര സ്വരൂപ് തുടങ്ങിയിട്ടുള്ള ആളുകൾ ഒരുമിച്ച് ചേർന്നിട്ട് പരിപൂർണമായും വൈചാരിക മേഖലയിൽ പ്രവർത്തനം കൂടുതൽ നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. സംഘവികാസത്തോടൊപ്പം ഈ ആദ്യത്തെ ചോദ്യത്തിൽ പറഞ്ഞതുപോലെയുള്ള സംഘവികാസത്തോടൊപ്പം അതിന് ആനുപാതികമായി നടക്കേണ്ട ഒരു വൈചാരിക പരിവർത്തനം ഉണ്ടാകുന്നില്ലേ എന്ന സംശയം അവരുടെ മനസ്സിലുണ്ടായി. അപ്പോൾ ഭാരതീയമായ വീക്ഷണം ഏത് കാര്യത്തെയും നോക്കിക്കാണാൻ രണ്ട് വീക്ഷണമാണ് പൊതുവായി പറയാറ്. ഒരു അഭാരതീയമായ വീക്ഷണവും ഭാരതീയ ചിലർക്കുണ്ട്. അഭാരതീയമായ വീക്ഷണം, അത് ഉദാഹരണം പറഞ്ഞാൽ ഭാരതം ഒരു രാഷ്ട്രമേ ആയിരുന്നില്ല, ഇപ്പോഴടുത്ത കാലത്താണ് ആവുന്നത് എന്ന് പറയുന്ന വീക്ഷണം അഭാരതീയമാണ്. ഭാരതം ബ്രിട്ടീഷുകാരാണ് അത് തന്നെ, അങ്ങനത്തെ ചിന്താഗതിയുള്ളൂ. പക്ഷെ ഇവിടെ ഉറക്കേണ്ടത് ഭാരതീയമായ വീക്ഷണമാണ്. അതാണ് നമ്മുടെ വേദാന്തത്തിൻ്റെയും നമ്മുടെ ഭാരതീയ ചിന്തയുടെയൊക്കെ അടിസ്ഥാനത്തിലുള്ള ലോകവീക്ഷണം, വ്യക്തിയെക്കുറിച്ചുള്ള വീക്ഷണം, പ്രപഞ്ച ഘടനാശാസ്ത്രം, എല്ലാത്തിലും ഒരു ഭാരതീയത വരേണ്ടതുണ്ട്. ആ കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് ഇവരൊരു 9 പേര്, ശരിക്കും പറഞ്ഞാൽ ആദ്യം ആ വൈചാരിക ടോലി ഒരു 9 പേരാണ്. അതിനെ പറയാറുണ്ട്, നവരത്നങ്ങൾ നമ്മൾ പറയാറുണ്ട്. ഭാരതത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും അവർ ബാംഗ്ലൂരും ഡൽഹിയിലും കൽക്കട്ടയിലുമായി 3 തവണ 1987 മീറ്റിങ്ങുകൾ നടത്തി. അതിൻ്റെ ഫലമായിട്ടാണ് 87 അവസാനം മുതൽ ഈ നമ്മുടെ പ്രജ്ഞാപ്രവാഹം നിലവിൽ വന്നത്. എന്നാൽ അതിനു മുമ്പ് തന്നെ വിചാരകേന്ദ്രം പരമേശ്വർജി ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഇൻഡോറിൽ സുദർശൻജിയുടെ ഒക്കെ പ്രേരണ കൊണ്ട് ഇൻഡോറിൽ ഒരു വൈചാരിക പ്രസ്ഥാനം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. പ്രജ്ഞാപ്രവാഹം തുടങ്ങിയതിന് ശേഷമല്ല വിചാരകേന്ദ്രം പോലെയുള്ള പരിശ്രമങ്ങൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തനത്തിന് ശേഷം ഇത്തരം പല സംരംഭങ്ങളും അതാതിടങ്ങളിലെ ചിന്തിക്കുന്ന സംഘസ്വയം സേവകർ. അപ്പോൾ സംഘത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു വിശേഷത അതുകൂടിയാണ്. ഇതൊക്കെ ഒരു കേന്ദ്ര തീരുമാനത്തിനനുസരിച്ച് ഇത്ര ദിവസങ്ങൾക്കുള്ളിൽ ഇത് തുടങ്ങിക്കൊള്ളണമെന്ന് പറയുകയല്ല ചെയ്തത്. ഇത് സ്വാഭാവികമായ ഒരു നാച്ചുറൽ എവല്യൂഷനാണ് ഈ കാര്യത്തിൽ നടന്നത്. ശാഖ തുടങ്ങി വളർന്നു വന്നതെന്ന് പറയുന്നതുപോലെയാണ്. ഇതിനോടുള്ള ഒരു തോന്നൽ ചിലരുടെ എല്ലാം മനസ്സിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന തോന്നൽ, അത് സംഘടനയായിട്ട് ഇപ്പോൾ തമിഴ്നാട്ടിലത് ദേശീയ ചിന്തന പേരവൈ എന്ന പേരിലാണ്, പഞ്ചാബിലത് പഞ്ചനദ ശോധ സംസ്ഥാൻ എന്നുള്ള പേരിലാണ്, ഗുജറാത്തിലത് ഭാരതീയ വിചാര മഞ്ചാണ്. വിവിധ പ്രസ്ഥാനങ്ങൾ പ്രജ്ഞാപ്രവാഹം ഇതിനെയൊക്കെ ഒരു കോർഡിനേറ്റ് ചെയ്യുകയാണ്. ഇതിനെയെല്ലാം ഭാരതത്തിൽ മുഴുവൻ നടക്കുന്ന
രാഷ്ട്ര സർവോപരി രാഷ്ട്രത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള വൈചാരിക പ്രവർത്തനങ്ങൾ അത് അതാത് സംസ്ഥാനങ്ങളുടെ സംഘ തീരുമാനമനുസരിച്ച് തുടങ്ങിയ പ്രസ്ഥാനമാകട്ടെ, സംഘടനയാവട്ടെ, ഏതെങ്കിലും സ്വയം സേവകന് ഇത്തരം ഒരു കാര്യം തോന്നി അയാൾ തുടങ്ങിയ വ്യക്തിപരമായ പ്രസ്ഥാനങ്ങളാവട്ടെ, സമാന മനസ്കരായ വേറെ ചില ആൾക്കാർ സംഘ അല്ലെങ്കിൽ പോലും അവർ തുടങ്ങിയിട്ടില്ല. ഇതിനെയെല്ലാം കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു വേദിയാണ് പ്രജ്ഞാപ്രവാഹം. വേറെ പ്രജ്ഞാപ്രവാഹം എന്ന പേരിൽ പ്രത്യേകിച്ച് സംസ്ഥാന തലങ്ങളിൽ അങ്ങനെ സംഘടനകളൊന്നുമില്ല. ചില സംസ്ഥാനങ്ങൾ, ഉദാഹരണത്തിന് ഇപ്പോൾ ഡൽഹിയിൽ തന്നെ, ഡൽഹിയിൽ ഒരു ഭാഗത്ത് പശ്ചിമ ഡൽഹി, അതേപോലെ ഉത്തര ഡൽഹി ഭാഗത്ത് നോക്കിയാൽ പഞ്ചനത ശോധ സംസ്ഥാന പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ചു കാലങ്ങളായിട്ട്, പ്രത്യേകിച്ച് ഈ 2017 മുതൽ ഡൽഹിയിലും പ്രവർത്തനം വേണം എന്ന് തീരുമാനിക്കുകയും അവിടെ നടക്കുന്ന പ്രവർത്തനം പ്രജ്ഞാപ്രവാഹ കേന്ദ്രമായതുകൊണ്ട് പ്രജ്ഞാപ്രവാഹ എന്നുള്ള പേരിൽ തന്നെയാണ് നടക്കുന്നത്. ഈ പ്രജ്ഞാപ്രവാഹം നടത്തുന്ന ലോകമന്ഥൻ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ടോ, തദ്ദേശീയമായ കാര്യങ്ങളൊക്കെ ഒന്ന് ഉണർത്തുക എന്നുള്ളതായിരിക്കും. എന്താണ് അതിൻ്റെ ഒരു രൂപവും ഭാവവും പ്രവർത്തനവും? അത് സത്യത്തിൽ അതിൻ്റെ ഒരു നമ്മൾ കാണാവുന്ന ഒരു ടാഗ് സെൻറ്റൻസ് ഉണ്ട്, ഒരു നിർവചനമുണ്ട്. ഇംഗ്ലീഷിലത് ദ കൊളോക്യം ഓഫ് നേഷൻ ഫസ്റ്റ് തിങ്കേഴ്സ് ആൻഡ് പ്രാക്ടീഷണേഴ്സ്. രാഷ്ട്രത്തിന് പ്രാധാന്യം ജീവിതത്തിലും പ്രവർത്തനത്തിലും കൊടുക്കുന്ന ചിന്തകന്മാരുടെയും കർമ്മശീലരുടെയും രണ്ടുപേരുടെയും കൂടിയുള്ളൊരു മഞ്ചമാണ്, വേദിയാണ് അത്. അപ്പോൾ അത് തദ്ദേശീയ ലോക്കൽ കലാരൂപങ്ങളുടെ എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, അതിൽ പ്രൊഫഷണൽ ഇൻ്റലക്ച്വൽസ്, പ്രൊഫസേഴ്സ്, റിസർച്ചേഴ്സ് അവരുമുണ്ട്. ആ കൂട്ടത്തിൽ അവരോടൊപ്പം തന്നെ വനങ്ങളിൽ താമസിക്കുന്നവർ, പിന്നോക്ക മേഖലയിൽ താമസിക്കുന്നവർ, ഗ്രാമപ്രദേശത്തൊക്കെയുള്ള ആളുകൾ, അവർ യൂണിവേഴ്സിറ്റികളിലൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ അവർ ശാസ്ത്രം അവരുടെ ജീവിതത്തിൽ, ഇപ്പോൾ ഉദാഹരണത്തിൽ പറഞ്ഞാൽ പല വനവാസി ക്ഷേത്ര മേഖലയിലും പോയാൽ ഇരുമ്പുണ്ടാക്കുന്നുണ്ട്. ഇപ്പോഴും അവിടങ്ങളിൽ കിട്ടുന്ന കല്ല്, ഫെറസ് കണ്ടൻ്റുള്ള കല്ലിനെ പ്രധാന റോ മെറ്റീരിയൽ ആക്കിക്കൊണ്ട് അത് ഉരുക്കി അതിനോടൊപ്പം അവരുടേതായ ചില രീതിയിൽ ചില കാര്യങ്ങളൊക്കെ ചേർത്ത് അവരുടേതായ ഫർണസ് ഉണ്ട്. അതിപ്പോഴും നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ വസ്ത്രനിർമ്മാണം നടത്തുന്ന ആളുകളുണ്ട്. അതൊരു ടെക്സ്റ്റൈൽ ടെക്നോളജി പഠിച്ചിട്ടല്ല അവരത് ചെയ്യുന്നത്. ഇതേപോലെ നല്ല കവികളുണ്ട്. ലോകകല വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പം ലോകകലയെയും സോ കോൾഡ് പരിഷ്കൃത ലോകം മുന്നോട്ട് കൊണ്ടുപോകുന്ന ശാസ്ത്രീയ കലകളെയും ഒരു മേഖലയിൽ കൊണ്ടുവരാം. ലോകവിജ്ഞാനം, ലോകശാസ്ത്രം, ലോക എന്ന് പറയുന്നത് നമ്മളിവിടെ ഫോക്ക് എന്നൊക്കെ പറയും. സത്യത്തിൽ ഫോക്ക് എന്ന് പറയുന്ന സങ്കല്പം തന്നെ ഒരു പാശ്ചാത്യമായ ഒരു ഡിറഗോട്ടറി ടേമാണ്. പറയും നാടോടി എന്നൊക്കെ പറയും. അത് സത്യത്തിൽ ഇംഗ്ലീഷുകാർ കൊണ്ടുവന്നൊരു പദമാണ്. ആ പദം അവരുടെ നാട്ടിൽ ശരിയായിരിക്കാം. പ്രാകൃതരായിട്ടുള്ള, അതാണല്ലോ ഇപ്പോൾ നമ്മുടെ സ്കൂളുകളിലൊക്കെ യുവനോത്സവത്തിന് 2 തരം ഡാൻസുകളുണ്ടാവും, ഫോക്ക് ഡാൻസും ക്ലാസിക്കൽ ഡാൻസും. ശരി, ഫോക്കിനെതിരായിട്ടുള്ളത് ഏതാ? ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറഞ്ഞാൽ ക്ലാസിക്കിനെതിരെ ഫോക്ക്, ഫോക്ക് എന്ന് പറഞ്ഞാൽ നോൺ ക്ലാസിക്, പരിഷ്കൃതമല്ലാത്തത്. ചിലയിടത്ത് പറയുന്നത് എന്താണ്? ഫോക്ക് മ്യൂസിക്കും ശാസ്ത്രീയ മ്യൂസിക്കും. അപ്പോൾ ഫോക്ക് എന്തായി? അതിനൊരു ശാസ്ത്ര അടിത്തറയില്ല, പ്രാകൃതമാണെന്നുള്ളൊരു സങ്കല്പം അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ ഉള്ളിലേക്ക് കടക്കുന്നതിനാണ് ഇത്തരം ഒരു പ്രയോഗം നടത്തുക. അതുകൊണ്ട് നമ്മൾ ലോകമന്ധൻ എന്ന് പറയുമ്പോൾ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു പദപ്രയോഗമായിട്ടാണ് ഈ തദ്ദേശീയമായ കലാരൂപത്തെ മുഴുവൻ ലോകകല, ലോകവിജ്ഞാനം, ലോകകവിത, ലോകകഥ എന്നാണ് പറയുന്നത്. അതിലെല്ലാം ഉൾപ്പെടുന്നുണ്ട്. അവർക്കെല്ലാവർക്കും ഒരു വേദിയിൽ വരാൻ വേണ്ടി 2016 മുതൽ നടത്തിപ്പോരുന്ന ഒരു സംരംഭമാണ് ലോകമന്ധൻ. അതിൻ്റെ വലിയ സ്വാധീനം പല മേഖലകളിൽ, ഇപ്പോൾ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ വലിയ സ്വാധീനം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ 2016 ഭോപ്പാലിൽ വെച്ച് ആദ്യത്തെ ലോകമന്ധൻ നടത്തി. അതിൻ്റെ മുഖ്യ കേന്ദ്ര പ്രമേയം ഡീകോളനൈസ്, ഭാരതത്തിൻ്റെ ഡീകോളനൈസേഷൻ എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ചാൽ അറിയാം, പൊതു രംഗത്ത് ഡീകോളനൈസേഷൻ ഒരു ചർച്ചയാകുന്നത്. ചില ബുദ്ധിജീവികൾ സ്വകാര്യമായ റിസർച്ചുകളൊക്കെ നടത്തിയിട്ടുണ്ടാവും, പക്ഷേ പൊതുവായിട്ട് മെയിൻ സ്ട്രീം ഡിസ്കഷനിലേക്ക് ഡീകോളനൈസേഷൻ എത്തുന്നത് ആ ലോകമന്ധനോട് കൂടിയിട്ടാണ്. ഇപ്പോൾ എല്ലായിടത്തും ഡീകോളനൈസേഷൻ നമുക്ക് കേൾക്കാം, പലയിടത്തും പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. ആ വലിയ പരിപാടി ആയിരുന്നതുകൊണ്ടും അതിന് വലിയ പത്രപ്രാധാന്യം, വാർത്താ പ്രാധാന്യം ചുരുങ്ങിയ പക്ഷം ഉത്തരഭാഗങ്ങളിലൊക്കെ മധ്യഭാഗത്തും ഒക്കെ കിട്ടിയതുകൊണ്ടും അതൊരു വലിയ ചർച്ചാ ബിന്ദുവാക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം, ഈ നമ്മുടെ നാട്ടിലെ പിന്നോക്ക വിഭാഗങ്ങൾ ജാതിയുടെ കാര്യത്തിലോ സാമൂഹ്യമായ കാര്യങ്ങൾ കൊണ്ടോ
പിന്നോക്ക വിഭാഗങ്ങളെ ഭാരതത്തിൽ നിന്ന് നടത്തി മാറ്റാൻ വലിയ ശ്രമം ഈ നാട്ടിലെ വിരുദ്ധാശയക്കാർ നടത്തുന്നുണ്ട്. അവർക്ക് ഏറ്റവും പെട്ടെന്ന് പിടിക്കാൻ പറ്റുന്ന ഒരു ഇരയാണ് വനവാസികളോ പിന്നോക്കക്കാരോ ഒക്കെ. അപ്പോൾ അവരെ കൂടുതൽ കൂടുതൽ അകറ്റിക്കൊണ്ടുപോകാൻ അവരുടെ കല മാത്രം പ്രദർശിപ്പിക്കുക, എന്നിട്ട് ഈ നഗര കേന്ദ്രത്തിലോ പട്ടണങ്ങളിലോ ഒക്കെ താമസിക്കുന്ന സംസ്കാരത്തിൻ്റെയും ജാതിയുടെയും ആൾക്കാർക്കെതിരായിട്ട് അവരെ നിലനിർത്തുക, അവർ ഹിന്ദുക്കളല്ല എന്നവരെ കൊണ്ട് പറയിപ്പിക്കുക. ഇതൊരു വലിയ ശ്രമം നടന്നു പോരുകയായിരുന്നു. സത്യത്തിൽ അതിനെതിരായിട്ടെന്നുള്ള അർത്ഥത്തിലല്ല, പോസിറ്റീവായിട്ട് ലോകബന്ധം നടത്തി തുടങ്ങിയപ്പോൾ പല മേഖലയിലും അതിന് വലിയ ഒരു ശമനം ഉണ്ടാവുകയും ഇതിൽപ്പെട്ട പല കലാകാരന്മാരെയും മെയിൻ സ്ട്രീം ചെയ്യിപ്പിക്കാൻ, മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ശ്രദ്ധിച്ചാലറിയാം. ഒരു പഠനം നടത്തി നോക്കിയാൽ അറിയാം. ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് JNUവിലെ ഒരു സ്റ്റുഡൻസ് ഗ്രൂപ്പ് ലോകബന്ധൻ സാമൂഹ്യ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ച് റിസർച്ച് ചെയ്യാം. ഒരു പ്രോജക്റ്റായിട്ട് അവർ ICSRന്റെ മുമ്പിൽ സമർപ്പിച്ച് അത് അപ്രൂവ് ചെയ്ത് ഇപ്പോൾ അത് 19 പേരുള്ള ഒരു ഗ്രൂപ്പ് ഭാരതത്തിൽ പലയിടത്തും യാത്ര ചെയ്ത് അതിൻ്റെ ഡാറ്റ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പ്രതീക്ഷിക്കാം 5-6 മാസത്തിനുള്ളിൽ നല്ലൊരു പുസ്തക രൂപത്തിൽ അത് പുറത്തു വരാൻ പോവുകയാണ്. നമ്മുടെ വിചാരഗതിയുള്ള ആൾക്കാരുണ്ട്, അതിനകത്ത് അല്ലാത്തവരുമുണ്ട്. ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞത് അവരുടെ പഠനത്തിൽ ഒരു കാര്യം ഈയിടെ തന്നെ കാണാമെന്ന അതിൻ്റെ ഒരു റിസർച്ച് ചെയ്യുന്ന കുട്ടി അവർ കണ്ടെത്തിയൊരു കാര്യം, ഭോപ്പാൽ പരിപാടി കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ അശോക് വാജ്പേയിയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഭോപ്പാലിൽ തന്നെ ലോകോത്സവം എന്ന് പറഞ്ഞിട്ട് ഒരു ബദൽ പരിപാടി നടത്തി. അത് തന്നെ സൂചിപ്പിക്കുന്നത് എവിടെയാണോ കൊള്ളേണ്ടത് ആ മർമ്മത്ത് അത് കൊണ്ടുവന്നുള്ളതാണല്ലോ. അതിനുശേഷം ഈ ശരിക്ക് 2017-ലെയും 2018-ലെയും പത്മശ്രീ പുരസ്കാരങ്ങൾ നോക്കിയാൽ ലോകബന്ധനിൽ വന്ന് കലാരൂപങ്ങൾ അവതരിപ്പിച്ച പാണ്ഡവാനി, രാമായണാനി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടികൾ അവതരിപ്പിച്ച മധ്യപ്രദേശിലെ ജബൽപൂരിലെയും ഒക്കെയുള്ള ബസ്തറിലെയും ഒക്കെയുള്ള വനവാസി സഹോദരി സഹോദരന്മാർക്ക് പലർക്കും പത്മ പുരസ്കാരം പോലും കിട്ടുകയുണ്ടായി. അപ്പോൾ അതിനൊരു വലിയൊരു ചലനം ഇന്ന് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വിടവ് നികത്താൻ ഒരു ബ്രിഡ്ജിങ്, പൂർണ്ണമായി എന്നല്ല, ആ ബ്രിഡ്ജിങ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വളരെയേറെ സഹായിച്ചു. ലോക്മന്ധൻ ഒരു ഇവൻ്റ് ആയിരിക്കാൻ 2 വർഷത്തിലൊരിക്കൽ, പക്ഷേ അതിൻ്റെ പൂർവ്വ ലോകമന്ധൻ പരിപാടികൾ, അതേപോലെ പോസ്റ്റ് ലോക്മന്ധൻ യഥാർത്ഥ ലോക്മന്ധൻ നടക്കുന്നതിന് മുമ്പ് ചെറിയ ചെറിയ ലോക്മന്ധനുകൾ, അതിൽ നേരത്തെ പറഞ്ഞ നാടൻ കലാരൂപങ്ങളുടെ മത്സരം, ചില പ്രത്യേക ചിത്രരചന രീതി അവരുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. പിച്ചുവായി ആർട്ട്, ഗോണ്ട് ആർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതിൻ്റെയൊക്കെ പരിശീലനം, അവർ ഔദ്യോഗികമായി പഠിക്കുന്നവർക്ക് അത്തരം പരിശീലനം കൊടുക്കുന്ന സംവിധാനം, അതിൻ്റെ മത്സരം, അതിൻ്റെ വർക്ക്ഷോപ്പ്, അങ്ങനെയെല്ലാം നടന്നു. ഇപ്പം തന്നെ തുടങ്ങിക്കഴിഞ്ഞിട്ട് ജയ്പൂരിലാണ് ഈ വർഷം നടക്കാൻ പോകുന്നത്. 2026 ഡിസംബർ മാസത്തിൽ 4, 5, 6 തീയതിയിൽ ജയ്പൂരിൽ നടക്കാൻ പോവാണ്. പക്ഷെ ഓൾറെഡി 3-4 പ്രീ ലോക്മന്ധൻ ഇവൻറ്റ്സ് നടന്നു കഴിഞ്ഞു. അങ്ങനെ മുന്നോട്ട് പോവാണ്. വലിയ പരിവർത്തനം ഈ മേഖലയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയൊരു കാര്യം, നേരത്തെയൊക്കെ നമ്മുടെ കേരളത്തിലെ സംഘത്തിൻ്റെ സ്വാധീനം വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളോട് കൂടുതൽ അടുത്ത് വരുന്ന സാംസ്കാരിക സാഹിത്യ രംഗങ്ങളിലുള്ള ആളുകൾ ഇപ്പോൾ കുറഞ്ഞു വരുന്നുള്ളൂ. നേരത്തെ നമ്മുടെ ഇവിടെ അക്കിത്തവും മറ്റു പോലെയുള്ള ആളുകൾ ഒരുപാട് നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുകയും സംഘത്തിനോട് അടുത്ത് വരികയും ചെയ്തിരുന്നു. അപ്പോൾ കൂടുതൽ നമ്മൾ ഈ മേഖലയിൽ നിന്ന് ശ്രദ്ധിക്കേണ്ടതല്ലേ കേരളത്തിൽ നമ്മുടെ സാംസ്കാരിക നായകന്മാരൊക്കെ നമുക്കൊപ്പം വരാൻ വേണ്ടിയിട്ട്? തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ അന്ന് വന്നിരുന്ന ആളുകൾ അവരുടെ ഒരു കമ്മിറ്റ്മെൻറ്റ്, യഥാർത്ഥത്തിലുള്ള കലയോടോ കവിതയോടോ ഒക്കെയുള്ള കമ്മിറ്റ്മെൻറ്റ്, അത് ഏതൊരു പ്രത്യയശാസ്ത്രത്തിനും മുകളിലായിരുന്നു. അങ്ങനെയുള്ള കവികളും സാഹിത്യകാരന്മാരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടോ എന്ന് കൂടി അന്വേഷിക്കേണ്ട. ഞാൻ കുറഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അക്കിത്തത്തിൻ്റെ തലപ്പൊക്കമുള്ള എത്ര കവികൾ ഇന്ന് ഉണ്ട് എന്ന് നമുക്കറിയില്ല. അല്ലെങ്കിൽ അന്ന് നമ്മളോടൊപ്പം വരാൻ തയ്യാറായത് VT ഭട്ടതിരിപ്പാടിനെ പോലുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകനും സാഹിത്യകാരനും ആയിട്ടുള്ള ആളുകളുടെ ഉള്ളുറപ്പും ബുദ്ധിശേഷിയും ഒക്കെയുള്ള ആളുകൾ എത്ര പേര് ഇന്ന് ഉണ്ടാവുന്നു എന്നുള്ളതും ഒരു വിഷയമാണ്. അപ്പോൾ അവർക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ചെയ്യാൻ, അത് നമ്മുടെ പ്രവർത്തനം കൊണ്ട് മാത്രമാണെന്ന് നമ്മൾ ചിലരങ്ങ് ധരിച്ചു പോവുകയാണ്. ശരിയാണ്, നമുക്ക് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പം ബഹുമാനപ്പെട്ട MA സാറിനെ പോലുള്ള ആളുകൾ അവരുമായിട്ടുള്ള നല്ല ബന്ധം നിലനിർത്തിയിരുന്നു. അതിൻ്റെ ഫലം ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനുപരിയായിട്ട് അവർ വ്യക്തിപരമായി അത്രയും ശുദ്ധന്മാരുമായിരുന്നു, അത്രയും കൃത്യമായ സാഹിത്യത്തോട്, രാഷ്ട്രത്തോട്, സംസ്കാരത്തോട് ഒക്കെ ബന്ധമുള്ളവർ കൂടിയായിരുന്നു.
അതുകൊണ്ടാണ് അവർക്കൊക്കെ അതിൻ്റെ ഒരു തുടർച്ച ഒരു പക്ഷേ മാടമ്പിലൂടെ അതിങ്ങനെ തുടർന്നു വരുന്നുണ്ട്. ഇനി അത് വരും, വരാതൊന്നും ഇരിക്കില്ല, വരാതിരി സാധ്യവുമല്ല. പക്ഷേ ഇടക്കാലത്ത് ഈ ഒഴുക്കിനെ തടയാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമം പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് ആശയഗതിക്കാരുടെ ഉള്ളിൽ നിന്ന് ഉണ്ടായി. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ കൊച്ചിയിൽ അന്താരാഷ്ട്ര പുസ്തകോത്സവം ആരംഭിക്കുന്ന വർഷം അതിൻ്റെ പ്രവർത്തനമായിട്ട് കൊച്ചിയിലായതുകൊണ്ട് ചെറുതായിട്ട് എനിക്ക് സഹകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം, അന്ന് ആ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പല സാഹിത്യകാരന്മാരും വരാൻ തയ്യാറായി. അതിന് തൊട്ടടുത്ത ആഴ്ചയിൽ ഇറങ്ങിയ കലാകൗമുദിയിൽ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ഇടതുപക്ഷ ബുദ്ധിജീവി എഴുതിയ ലേഖനം അന്താരാഷ്ട്ര പുസ്തകോത്സവം പോലെയുള്ള മാരീച വേഷം കെട്ടി സംഘ പരിവാർ തങ്ങളുടെ നടക്കുകയും ചില ആളുകളുടെ പേരുകളും വി ആർ കൃഷ്ണയ്യർ പോലുള്ള ആളുകളുടെ പേരെഴുതിയിട്ട് MK സാനു ഇങ്ങനെയുള്ള ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടതിലേക്ക് പോകുന്നുണ്ട്. ഇതൊരർത്ഥത്തിൽ പറഞ്ഞാൽ ചുണ്ണാമ്പ് തൊട്ട് മാർക്ക് ചെയ്യുന്നത് പോലെ ഞങ്ങൾ നോക്കുന്നുണ്ട്, നിങ്ങളെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങൾ ഈ ചെയ്യുന്ന ഏർപ്പാട്. അപ്പൊ ഇവരുടെയാണ് ആ പരിപാടി. ഒരു പേടി ആളുകളുടെ ഉള്ളിൽ വരുത്താൻ കലാകൗമുദിയിലെ ലേഖനമാണ് ഞാൻ പറയുന്നത്. അന്ന് ലേഖനം തന്നെ വന്നിരുന്നു. അതിന് മുമ്പ് ഇവർ വീട്ടിൽ പട്ടതിരിപ്പാട്ടിനെയൊക്കെ അധിക്ഷേപിക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്, വീട്ടിൽ നന്ദകുമാറിനെ അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും അതിനെയൊക്കെ അതിജീവിച്ച് അവർക്ക് വരാൻ പറ്റി. പക്ഷെ ഇപ്പോഴത്തെ ഒരു തലമുറയിൽപ്പെട്ട സാഹിത്യകാരന്മാർ പലതും പ്രതീക്ഷിക്കുന്നുണ്ടാവും. എനിക്ക് അങ്ങനെ അതും വേണമല്ലോ അവർക്ക്, അതിനൊക്കെ തടസ്സം ഉണ്ടാകും എന്ന് തോന്നുന്നതുകൊണ്ടാണോ സംഘവുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളുടെ വേദികളിൽ പോലും വരാനൊരല്പം വൈമുഖ്യം അവർ കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ പാഠപുസ്തകങ്ങൾ അവരുടെ പുസ്തകങ്ങൾ പാഠപുസ്തകങ്ങളാക്കാതെയോ അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെ ഉണ്ടാക്കുന്ന സമിതികളിലൂടെ അവാർഡ്, ഒരു തരത്തിൽ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പുറഞ്ചൊറിയുന്ന പരിപാടിയാണല്ലോ ഈ അവാർഡുകൾ. ചേട്ടാ നീ എൻ്റെ പുറഞ്ചൊറി, ഞാൻ നിൻ്റെ പുറഞ്ചൊറിയാം എന്ന് പറയുന്ന ഒരു സംവിധാനം. ഇതൊക്കെ നഷ്ടപ്പെടുമെന്നുള്ള തോന്നൽ കൊണ്ടാണോ? പിന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രചാരവേല, ഞാൻ നേരത്തെയും പറഞ്ഞല്ലോ, പ്രചാരത്തിൻ്റെ കാര്യത്തിൽ അവരൊരു ആദ്യകാലം മുതലേ, ഇപ്പോൾ കോമിൻറ്റേയുടെ കാലം മുതൽ തന്നെ അവരുടെ മുഖ്യ പ്രവർത്തനം രണ്ടാണ്. അജിറ്റ് പ്രോപ്പ് എന്ന ഒരു ചുരുക്കപ്പേരിൽ പറയും. അജിറ്റേഷൻ, അതിനേക്കാൾ കൂടുതൽ പ്രോപ്പഗൻഡ, ഇത് രണ്ടും കൂടെ ചേർത്താണ് അജിറ്റ് പ്രോപ്പ്. അപ്പോൾ ഈ പ്രോപ്പിനാണ് ഇവിടെ, അതായത് പ്രോപ്പഗൻഡയ്ക്കാണ് ഇവരിവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെ സംഘമെന്ന് പറയുന്നത് ഒരു വെറുക്കപ്പെടേണ്ട ഒരു പ്രസ്ഥാനമാണ് എന്നുള്ള നിലയിലേക്ക് അവരങ്ങ് പ്രചരിപ്പിച്ചു വെച്ചു. അവരെ പിന്തുണയ്ക്കുന്ന, നേരത്തെ പറഞ്ഞ ആ പ്രശിക്ഷണത്തിലൂടെ കടന്നു വന്ന പ്രവർത്തകരും ഒക്കെ ചേർന്ന് അത്തരത്തിലൊരു അന്തരീക്ഷം ഉണ്ടാക്കി. അതുകൊണ്ടാണ് പലർക്കും വരാനുള്ള വൈമുഖ്യം ഉണ്ടാകുന്നത്. അതിന് മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ബോധ്യം. ചെറിയ തോതിൽ എൻ്റെ മാറ്റം വരുന്നുണ്ട്. കൂടുതൽ തപസ്യയിലൂടെ, വിചാരകേന്ദ്രത്തിലൂടെയൊക്കെ, അതേപോലെ ബാലഗോകുലമൊക്കെ മുന്നോട്ട് വരികയും അവരുടെ പ്രവർത്തനം ശക്തിപ്പെടുകയും ഇത്തരം സാഹിത്യ സാംസ്കാരിക മേഖലയിലെ ആത്മാർത്ഥതയുള്ള ആളുകളെ, അവാർഡ് മോഹികളല്ല, ആത്മാർത്ഥതയുള്ള ആളുകളെ വേദികളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതോടുകൂടി അത് പരിഹൃതമാവും.